എൻ്റെ ശിവനെ ഭഗവാൻ. ഹായ് ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിങ്ങളുടെ ഹരി. ഇന്ന് നമുക്ക് ഒരു സന്തോഷമുള്ള ദിവസമാണ്. ഞാൻ അതിന് ഭഗവാനോട് ഇന്ന് ഒരുപാട് നേരം നന്ദി പറയായിരുന്നു. എന്താന്ന് വെച്ചാൽ ഇന്ന് നമ്മുടെ വീട്ടിൽ പുതിയൊരു അതിഥി വരികയാണ്. പുതിയ ഒരു അതിഥി നമ്മുടെ വീട്ടിൽ ഇന്ന് എത്തുകയാണ്. ആളെ കൊണ്ടുവരാൻ നമ്മൾ ഇന്ന് വൈകുന്നേരം ഒരു സ്ഥലം വരെ പോകണമൊക്കെ ഉണ്ട്. അപ്പോൾ അത് ആ ഒരു സന്തോഷത്തിലാണ് ഇന്ന് രാവിലെ തന്നെ ഞാൻ വീഡിയോ എടുത്ത് സ്റ്റാർട്ട് ചെയ്യണേ. ഇന്ന് പിന്നെ എനിക്ക് കുക്കിങ്ങിന് ഒരുപാട് പണിയൊന്നും ഇല്ല. ഇന്ന് പിള്ളേരെ ക്ലാസ്സിൽ വിടണില്ല. വൈകുന്നേരം ഒരു 3 മണിയാകുമ്പോൾ നമുക്ക് പോകണം. അപ്പോൾ കുട്ടികളുടെ ക്ലാസ് കഴിഞ്ഞ് എത്തില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ കുട്ടികളെ ഇന്ന് ക്ലാസ്സിൽ വിടണില്ല. ഉച്ചയ്ക്കാണെങ്കിലും എന്തെങ്കിലും ഒരു ഉപ്പേരി വെച്ചാൽ മതി, ചോറ് വെക്കുക, അത്രേ ഉള്ളൂ. അപ്പോൾ ഇന്നധികം കുക്കിങ് ഭയങ്കരമായിട്ടൊന്നുമില്ല. ഇന്നത്തെ വിശേഷം നമ്മുടെ വീട്ടിൽ പുതിയൊരു അതിഥി വരുന്നു എന്നുള്ളതാണ് കേട്ടാ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നമുക്ക് കർട്ടനൊക്കെ പൊക്കി. ഇന്ന് ഇത്തിരി ലേറ്റായിട്ട് എഴുന്നേറ്റേക്കണേ കേട്ടാ, ഇരുട്ടല്ല. അമ്മേ മഞ്ഞുണ്ടാവും. അമ്പോ മഞ്ഞുണ്ട് അമ്മ. ഈ വീട്ടിലത്തെ ആദ്യത്തെ മഞ്ഞ്. അപ്പൊ ഡിസംബർ ഒന്നും ആവണ്ടേ മഞ്ഞിന്? നവംബർ പോലും ആയിട്ടില്ലല്ലോ. അമ്മേ മഞ്ഞ് ഞാൻ കാണിച്ചു തരാം. ഇതില് കാണുന്നുണ്ടോ മഞ്ഞ്? കണ്ടോ? ഇന്ന് രാവിലെ തന്നെ മഞ്ഞ്. ഇന്നലെ ജാനു പറഞ്ഞോളൂ മഞ്ഞുണ്ടല്ലോ അമ്മ ചെറുതായിട്ടെന്ന്. നോക്കൂ, മഞ്ഞ് മനസ്സിലാവുന്നുണ്ടോ? സാധാരണ നമ്മള് മോർണിംഗിൽ കാണിക്കണേക്കാളും ഒരു അവിടേക്ക് നോക്കൂ, മഞ്ഞ് കണ്ടാ? ഇത്ര നേരത്തെ മഞ്ഞൊക്കെ വന്നു തുടങ്ങി. എൻ്റെ ദൈവം, ഇതെന്താ കാലാവസ്ഥയിലൊക്കെ സംഭവിക്കണേവോ? ശരിക്കും മഞ്ഞുണ്ട് കേട്ടോ. ആ കോട ഇതെന്താ അത്? കാലാവസ്ഥയിലൊക്കെ എന്താ സംഭവിക്കണേ ഇപ്പോ? വെറുതെ എല്ലാം ഒന്ന് കുളിച്ചപ്പോ നല്ല തണുപ്പുണ്ടായിരുന്നു. ഞാൻ വിചാരിച്ചു മഴ പെയ്ത കാരണമായിരിക്കുന്നോ. നല്ല തണുത്ത കാറ്റും വരുന്നുണ്ട് കേട്ടാ. കാറ്റ് ഇപ്പൊ നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ടോ? കാറ്റുണ്ട്. നല്ല പതുക്കെ ഒരു തണുത്ത കാറ്റ് പിടിക്കുന്നുണ്ട്. നല്ല അന്തരീക്ഷം. എന്തായാലും ഇന്നത്തെ മോർണിംഗ് കലക്കി. നല്ല ഹാപ്പി ആയിട്ടുള്ളൊരു മോർണിംഗ്. അപ്പോൾ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പം ഞാൻ എൻ്റെ രാവിലത്തെ ഒരിത്തിരി തേനും വെള്ളവും കുടിക്കാറുണ്ട്. അതൊന്ന് കുടിക്കട്ടെ. ഈ മഞ്ഞൊക്കെ ആസ്വദിച്ച് കുടിക്കട്ടെ. എന്നാൽ ഇതെന്താ സംഭവിച്ചത്? കിളികളുടെ ഒച്ചയും മഞ്ഞും. നൈസ്. ചെറുപയർ വെച്ചത് വെറുതെ ചൂടാക്കി എടുത്ത ചിലപ്പോ. നല്ല വൈകുന്നേരം കഞ്ഞിയും ചെറുപയറും ആക്കാന്ന് വെച്ചിട്ടേ ഞാൻ ചെറുപയറും കഞ്ഞിയൊക്കെ വെച്ചു. അമ്മേ എൻ്റെ കൊച്ചു ചുമക്കുണ്ടല്ലോ. ഞാനൊരു ഭയങ്കര ചുമ. സ്കൂളിൽ നിന്ന് കിട്ടിയതാന്ന് തോന്നുന്നുണ്ട്. പിന്നെ നമുക്കേ അരി വെക്കാം. അല്ലെങ്കിൽ ചോറും കലൊക്കെ വെച്ച് കഴിഞ്ഞിട്ടാണ് നിങ്ങൾ വീഡിയോസ് കാണാറ്. ഇന്ന് ചോറ് വെക്കാൻ പോകണുള്ളൂ. നേരം വൈകി. ഇന്നൊരു 6 മണിയായി എഴുന്നേറ്റപ്പോൾ. എന്താണെന്ന് വെച്ചാൽ ക്ലാസ്സില്ലല്ലോ. അരി കഴിയട്ടെ. സാധാരണ ഞാൻ പറയാറുണ്ട്, രാവിലെ തന്നെ ഈ ജനല തുറക്കുമ്പോൾ നല്ല തണുത്ത കാറ്റ്, അതായത് നല്ല തണുപ്പ് ഇങ്ങനെ ഉള്ളിലേക്ക് വരുന്നു.
ഇന്ന് ശരിക്കും ഫ്രിഡ്ജ് തുറക്കണ പോലെയുള്ള കാറ്റുണ്ട്. അതായത് നല്ല തണുത്ത കാറ്റുണ്ട്. നല്ല പ്രശാന്തമായിട്ടും ചിപ്സും കൊണ്ടുണ്ടായി. ഇതൊക്കെ എവിടെ വെക്കും? ഇതിൻ്റെ ഉള്ളിൽ കയറുമോ? ടിന്നിലാക്കി വെക്കാൻ. ടിന്ന് തീർന്നു എൻ്റെ. मेरी अंगड़ाई न टूटे तू आजा, मेरी अंगड़ाई न टूटे तू आजा, गजरा रे കൊണ്ടു എന്നോട് ഇരുന്നോട്ടാണ്. മേരി अंगड़ाई. കുറേ സാധനങ്ങൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ടിരിക്കണ്ടാവും. രാവിലെ എഴുന്നേൽക്കുമ്പോഴേ വൈകുന്നേരം എന്തെങ്കിലും എടുത്തതിൻ്റെയോ പിടിച്ചതിൻ്റെയോ ഒക്കെ ആയിട്ട്. അപ്പം അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം. തുടക്കവും ഒന്ന് ക്ലീൻ ചെയ്യണം, അടുക്കവും ഒന്ന് ക്ലീൻ ചെയ്യണം. അങ്ങനെയാണ് എൻ്റെ ഒരു തിയറി വരുന്നത്. നാനോ വൈറ്റ് ആയതുകൊണ്ട് കാണാൻ പറ്റും പെട്ടെന്ന്, നമ്മൾ ശ്രദ്ധിക്കാണ്ട് പോവില്ല. അതങ്ങനെ ഇതെന്നെ അവിടെ ഇരിക്കട്ടെ, ഇന്ന് കഴിച്ചു തീർക്കാം. കുറേ പാത്രങ്ങൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇന്നലത്തേക്ക് ഇരിക്കുന്നുണ്ടാവും. അതായത് കഴുകി കമത്തി വെച്ചത്. ചായ ഈ അടുപ്പത്തഞ്ച് വേണ്ട വെച്ചേനെ. അപ്പോൾ അത് കഴിയാണ്ട് വയ്ക്കാം. ചായ തിളക്കട്ടെ, എന്നിട്ട് നമുക്കൊരു ചായയൊക്കെ കുടിക്കാം. കിളികൾ എഴുന്നേറ്റു പറന്നു പോകണം. ഞാൻ ഇവിടെ നിൽക്കണ കാരനാണോ നമുക്ക് പോകാൻ പറ്റാത്ത? കാണണ്ടോ നോക്കി പോയി കണ്ടാ? ഈ മരത്തുമ്മയാണ് അവരുടെ കൂട്, കിളികളുടെ. ഞാൻ അടുക്കളയിൽ നിൽക്കണോണ്ടാന്ന് തോന്നുന്നു അവരതിലേ പോയി. എൻ്റെ പ്രശാന്തായിട്ട് എഴുന്നേറ്റ് എത്തി. ഇനിയിപ്പോൾ ഞങ്ങൾ ചായ കുടിക്കട്ടെ. അത് മഞ്ഞും ഇതൊക്കെ വരല്ലേ, നനവിക്കാത്തല്ല മഴ ഇതുപോലെ ചെയ്തിട്ടോ. ഇതുപോലെ വളഞ്ഞ് പിരിയാൻ ചോദിക്കാൻ കുടിക്കും ഇതല്ലേ? പ്രശാന്തേട്ടാ, ഈ തെങ്ങിന്റെ അവിടെ ഒരെയില്ലേ, തെങ്ങ് കാറ്റത്താടുമ്പോ ഒരെയില്ലേ, അപ്പൊ അതിന് ചെറിയൊരു PVC പൈപ്പ് ഇത്രയും മതി. അതിൻ്റെ ഉള്ളിൽ ആ വയർ കൊള്ളതിന് കീറിയിട്ട് അത് വിടണം. ഇനിയിപ്പോ നമ്മള് തെങ്ങ് കാരണം ആളെ വിളിക്കണില്ല എന്ന് വെച്ചാൽ അവര് വന്നിട്ടാരാന്ന് പറഞ്ഞിട്ട് PVC പൈപ്പ് കീറി റെഡിയാക്കി വെച്ചാൽ മതി. കേട്ടാ, മഞ്ഞച്ചെമ്പോ കുറെ കിട്ടും മോളിൽ. 3 മണിക്ക് ഇവിടെ ഇറങ്ങണല്ലേ പ്രശ്നം? ഇവിടെ നിന്ന് അവർ ഇങ്ങോട്ട് വരും. ഇതാ വരുന്നുണ്ട് കേട്ടോ. അവരെല്ലാവരും കൂടി ആരാ എവിടെയാ നിൽക്കണേ, മനുഷ്യ സാന്നിധ്യം ഉള്ളത് എവിടെയാണോ ആ സൈഡിൽ വന്ന് നിൽക്കും.
ഉണ്ട്. എല്ലാവരും കൂടി ഓടി വന്ന് ഇനിയിപ്പോൾ ഇവരെ നമ്മൾ വിഷമിപ്പിക്കേണ്ട, ഫുഡ് കൊടുത്തേക്കാം അല്ലേ? എല്ലാവരും ഓടി വന്നതല്ലേ, നമുക്ക് ഭക്ഷണം കൊടുക്കാം. ഫുഡ് തരാട്ടാ. നമുക്ക് അവിടെയുള്ള ഇന്നത്തെ സർപ്രൈസ് ഞാൻ പറയാട്ടാ, പതുക്കെ പറയാട്ടാ. ഇനി നമുക്കേ ഇവിടുത്തെ ഫൈറ്ററിനും കൂടി തീറ്റ കൊടുക്കാം. ഞാൻ സർപ്രൈസ്, എനിക്കങ്ങനെ സർപ്രൈസ് വെക്കാനായിട്ട് പറ്റാത്ത ഒരാളാണ്. പറയണോ വേണ്ടേന്ന് ഇങ്ങനെ ആലോചിക്കുകയാണ്. എന്തായാലും കുറച്ച് കഴിയുമ്പോൾ എന്തായാലും പറയാം. ഓക്കെ, പിള്ളേർ എഴുന്നേറ്റ് കഴിഞ്ഞിട്ട് പറയാം. കുട്ടികളെ എഴുന്നേറ്റില്ല, ഇന്ന് സ്കൂളിൽ വിട്ടിട്ടില്ല. അപ്പോൾ അവരെഴുന്നേറ്റ് കഴിഞ്ഞിട്ട് ഞങ്ങൾ 3 പേരും കൂടി ഒരുമിച്ച് പറയാം. നീ ഇവരെ തീറ്റ കൊടുക്കട്ടെ കേട്ടോ. കഴിക്കടാ, കഴിക്കൂട്ടാ. അവരോ ഉഷാറാണ് കേട്ടോ. അമ്മയാണോ? എന്താ അല്ലേ? പാമ്പ് മീനുകൾ മല ഇറങ്ങി വരുന്നു. തീറ്റ തിന്നാൻ കാണിച്ചത്. തീറ്റ കഴിക്കാൻ മല ഇറങ്ങി വരുന്ന കുറച്ച് ആൾക്കാരാണ് ഇവര്. 5 പേരുണ്ടായില്ലോ, 3 പേരെ കാണാനുള്ളല്ലോ. ഓൾറെഡി വന്നിട്ടുണ്ടാ. ഇതിനുള്ളിലുണ്ട് ഒരാൾ, കണ്ട. അവർ ഈ മല ഇറങ്ങാൻ ഈ ഫുഡ് കൊടുക്കുന്ന നേരത്ത് മാത്രമാണ് അവർ മല ഇറങ്ങി വരിക കേട്ടോ. അല്ലെങ്കിൽ അവർ ആ മലയ്ക്കുള്ളിലാണ് വസിക്കുന്നത്. അങ്ങനെ മലയ്ക്കുള്ളിൽ വസിക്കുന്ന വേറെ കുറച്ച് ആൾക്കാർ കണ്ട, അവിടെ യെല്ലോ കളർ, അവരും മലയ്ക്കുള്ളിൽ വസിക്കുന്ന ആൾക്കാരാണ്. അവരങ്ങനെ ഇങ്ങനെയൊന്നും നമ്മുടെ അടുത്ത് കൂട്ടാവില്ല. ഈ പാമ്പ് കൂട്ടന്മാർ അതേ വരും, അതെ നമ്മുടെ അടുത്ത് അത്രയ്ക്ക് അങ്ങോട്ട് കൂട്ടാവില്ല. പിന്നെ പാമ്പ് കൂട്ടന്മാർ നമ്മളെ കാണുമ്പോഴേക്കും ഓടൊന്നുമില്ല. പക്ഷെ ആ ഗോൾഡൻ ഇതുണ്ടല്ലോ, യെല്ലോ കളറ്, ആ മുതലുകൾ എന്നെ കാണുമ്പോഴേക്കും ഓടും. ഇത്ര നാളായിട്ട് എന്നെ വിശ്വാസമായിട്ടില്ല. അതിലൊരു പ്രഗ്നൻറ്റ് ലേഡി ഉണ്ട്, അന്ന് അവളെ മാറ്റിയിടാന്ന് വെച്ചാൽ പിടിക്കാൻ കിട്ടിയാലല്ലേ. നമുക്ക് കിളിക്കുട്ടന്മാരുണ്ട് കേട്ടോ, എന്നെ ഒരുപാട് വിശ്വസിക്കുന്ന കിളിക്കുട്ടന്മാർ. ഞാനിവിടെ നിന്നിട്ടും അവരെ സൗണ്ട് കേൾക്കുന്നത് ശ്രദ്ധിച്ചാൽ. ഒരാൾ പറന്നുപോയി, ഒരാൾ പുള്ളിൻ്റെ ഉള്ളുണ്ട് കണ്ട. ഇവർക്ക് ഞാനിവിടെ ഉള്ളതും ഇല്ലാത്തതും ഒന്നും എഫക്റ്റ് ചെയ്യില്ല. ഇവർക്ക് നോ പ്രോബ്ലം. ഞാനിവിടെ നിൽക്കുമ്പോൾ ഒരു ദിവസം എന്താ ജനലിൻ്റെ അവിടെ നിൽക്കുമ്പോഴേ എൻ്റെ ചെവിയുടെ സൈഡിൽ കൂടെ പറന്നുപോയി. എനിക്ക് ഹാർട്ട് അറ്റാക്ക് വന്നു എന്നല്ലാണ്ട് ഇവർക്ക് എന്നെ പേടിയില്ല കേട്ടോ. കിളിക്കുട്ടന്മാർക്ക് എന്നെ ഓക്കെയാണ്, ഇവന്മാർക്ക് എല്ലാവർക്കും എന്നെ ഓക്കെയാണ്. പക്ഷെ എന്താണെന്നറിയില്ല, ആ ഗോൾഡൻ കളർ മീൻ മാത്രം എന്നെ അത്ര അങ്ങോട്ട് പിടിച്ചിട്ടില്ല. എന്നെ നല്ല ആരും പിടിച്ചിട്ടില്ല, ആരുടെ അടുത്തേക്കും വരില്ല. നമ്മളടുത്തേക്ക് ചെന്നാൽ അവർ ഓടിക്കും. ഇപ്രാവശ്യം വെള്ളം മാറ്റി കഴിഞ്ഞപ്പോൾ ഇതിലത്തെ ആളുകൾ മൊത്തം അടിയിൽ വന്നത് പച്ച കളറിൽ കിടക്കണം. അത് മാറ്റി എന്ത് ചെയ്യും ഞാൻ? രക്ഷയില്ല. അപ്പം അവരവരുടെ തീറ്റ കഴിക്കട്ടെ കേട്ടോ. അപ്പം അവരവരുടെ തീറ്റ കഴിക്കട്ടെ. ഞാൻ എൻ്റെ അമ്മേനെ വിളിക്കട്ടെ.
കിളി പറഞ്ഞ് ഇങ്ങോട്ട് വന്നിട്ട് പോയി. പിന്നെ ഞാൻ ഈ കോട്ടയാടി എന്നിട്ട് വിളിക്കണ അപ്പൊ അവിടേക്ക് വന്ന് തന്നെ നോക്കിട്ട് പോയി. പല്ലേച്ചാ മോളെ, പല്ലേച്ച് കഴിഞ്ഞാ? പല്ലേക്ക് ഫുഡ് കഴിക്കുമ്പോ മുഖം കഴുകിട്ട് പല്ലേച്ചിട്ട് വരൂ കേട്ടാ. ചായ മാത്രം കഴിച്ചിട്ടേ ഗുളി കഴിക്കാൻ പറ്റില്ല. അപ്പൊ എന്നെ ഇത് മുക്കിട്ട് കഴിച്ചോണ്ടി, നല്ല ടേസ്റ്റാ. 3 മണിക്കാണ് കേട്ടോ ഞങ്ങൾ പോണത്. വൈകിട്ട് 3 മണിക്ക്. ഇന്ന് 2 പേരും വിട്ടില്ല. ചേട്ടൻ മുന്നേ 2 പേരും വിടണം. ഇത് കൊണ്ടുവരുമ്പോ 2 പേരും വേണ്ടേ. അമ്മ മരുന്നായിരുന്നു വേഗം അത് കഴിക്കൊക്കെ കയറി. മുക്കി കഴിക്കണം. ഒരു 2 വയസ്സിനുള്ളിലേക്ക് ഒന്ന് കഴിക്കാണ്ട് കൂടെ കഴിക്കാൻ വേണ്ടി. ഇന്ന് രാവിലെ നല്ല മഞ്ഞ ഇന്നലെ നീ പറഞ്ഞില്ലേ മഞ്ഞുണ്ട് ടമ്മയെന്ന് നീ പറഞ്ഞില്ലേ, അതുപോലെ ഇന്ന് രാവിലെ എഴുന്നേറ്റ് നോക്കിയിട്ടുണ്ട് മഞ്ഞ്. കഞ്ഞി കുടിച്ചു അത് കഴിച്ചപ്പോ തന്നെ കഞ്ഞി കുടിക്കണ്ടേ, വീണ്ടും കഞ്ഞി കുടിക്കാം അല്ലേ. നമുക്ക് നമശിവ് എഴുന്നേറ്റോന്ന് നോക്കാം. നമശിവ് നല്ല ഉറക്കാം. ഇന്ന് പറ വരുന്നുണ്ട്. പറ നമുക്കപ്പോൾ അതിന് പറ ഒരുക്കാവുന്ന സ്ഥലത്തൊന്നും വൃത്തിയാക്കിയിടാം. Thank you. ഇനി നമുക്ക് ആ വിചാരിച്ചേക്കണ സ്ഥലം ഒന്ന് അണിയണം. പറ വരുമ്പോൾ അവിടെയാണ് ചെയ്യുക. ഞാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് അവിടെ ചെയ്യാനാണ്. അപ്പോൾ അവിടെ നിന്ന് അണിഞ്ഞ് വൃത്തിയാക്കി സെറ്റാക്കി ഇടണം. അപ്പോൾ അണിയാനുള്ള സാധനം റെഡിയാണ്. ഞാൻ അണിയാം.
അങ്ങനെ ഞാൻ എൻ്റെ കഴിവ് തെളിയിച്ച് അടിപൊളിയായിട്ട് അണിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി ഇല മുറിക്കണം. അങ്ങനെ നമ്മുടെ തോട്ടത്തിൽ നിന്ന് 2-3 ഇലയൊക്കെ പറിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊക്കെ കൊണ്ടുവച്ചൊന്ന് സെറ്റാക്കാം പറ വരുന്നതിന് മുമ്പ്. 10:30 ആയിട്ടാണ് എൻ്റെ മോൻ എഴുന്നേറ്റ് വരണേ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. കഞ്ഞിയാ കുടിച്ച രാവിലെ ബെന്നും ചായയും കൊടുത്തിട്ടേ ബെന്ന് അങ്ങനെ ചായയിൽ മുക്കി കഴിച്ചോളാൻ പറഞ്ഞു. പക്ഷെ രാവിലെ തന്നെ കഞ്ഞി കുടിക്കണം, എന്തെങ്കിലും മരുന്ന് കഴിക്കണതിന് മുമ്പ് എന്തെങ്കിലും കഴിക്കണ്ടേ വെച്ചിട്ട്. പക്ഷെ ബെന്നും ചായയും കുടിച്ചത് ഛർദിച്ചാൽ കഞ്ഞി കൊടുത്തു. നമ്മുടെ ലിവിങ് റൂമിൽ ഛർദിച്ചു. മൊത്തം തുടച്ചു കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് അത് കഴിഞ്ഞ് മരുന്ന് കുടിച്ചിട്ടേ ഞാൻ എന്നിട്ട് എന്ത് ചെയ്തുന്നാ മരുന്ന് കൊടുത്തിട്ട് പിന്നെ ഇച്ചിരി കഴിഞ്ഞപ്പോൾ വീണ്ടും കഞ്ഞി കൊടുത്തു കഴിഞ്ഞപ്പോൾ കുഴപ്പമുണ്ടായില്ല. പല്ല് വെച്ചിട്ട് വരുമോ? അത് കഴിഞ്ഞിട്ടല്ലേ അതൊക്കെ തുറക്കേണ്ട ആവശ്യം തന്നെയുള്ളൂ. അച്ഛനുള്ള ഉപ്പേരി റെഡി. അച്ഛന് ഉപ്പേരി മതി എന്ന് പറഞ്ഞേ. സർപ്രൈസ് ഞങ്ങൾ പൊളിച്ചാലോ എന്ന് ആലോചിക്കുകയാണ്. ജാനും കൂടി കൂടേണ്ടതായിരുന്നു. ജാനുവിന് പക്ഷെ വെയ്യ കിടക്കുകയാണ്, ചുമയും ചെറിയ പനിയൊക്കെ ഉണ്ട്. അപ്പോൾ എന്താ സർപ്രൈസ് എന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിലുള്ളൊരു അതിഥി പോവാണ്. അല്ല, വീട്ടിലുള്ള ഒരാള് നാളെ ഇവിടെ നിന്ന് യാത്രയാവാണ്. അതുപോലെ പുതിയൊരു അതിഥി ഇങ്ങോട്ട് വരികയാണ്. നമ്മുടെ വീട്ടിലെ ഒരു അംഗം പോവാണ്. അതുപോലെ തന്നെ ഒരു അംഗത്തിനെ നമ്മൾ അതേ കളറിൽ തന്നെ സെലക്ട് ചെയ്ത് വാങ്ങിച്ചു. അത് ഇന്ന് ഡെലിവറി ആണ്. മനസ്സിലായിണ്ടാവല്ലോ. കാർ എടുക്കുകയാണ്, ഇലക്ട്രിക് കാറാണ് നമ്മൾ എടുക്കണേ. നമ്മുടെ ഓൾറെഡി കയ്യിലുള്ളത് കീയാണല്ലോ. അപ്പോൾ പെട്രോളിനൊക്കെ ഒരുപാട് പൈസ ചിലവാകുന്നുണ്ട്. അപ്പോൾ ആ പൈസ നമ്മൾ ലോണിൽ അടച്ചാലും നമുക്ക് ഇലക്ട്രിക് എടുക്കല്ലേ ലാഭം. എന്താന്ന് വെച്ചാൽ ഇപ്പം നമുക്ക് സോളാർ ഉണ്ടല്ലോ. അപ്പോൾ പിന്നെ നമുക്ക് ഇലക്ട്രിക് വാഹനം എടുക്കാമെന്ന് വിചാരിച്ചു. EV ആണ് എടുക്കണേ അല്ലേ അംശുവേ? അപ്പൊ അതുകൊണ്ട് ഇന്ന് നംശു ക്ലാസ്സിൽ പോയിട്ടില്ല. ജാനുവിനെ അല്ലെങ്കിലും വിടാൻ പറ്റില്ല, നല്ല ചുമയായിരുന്നു രാത്രിയൊക്കെ. അപ്പൊ ഇന്ന് ഞങ്ങള് എല്ലാരും കൂടിയിട്ട് വൈകുന്നേരം പോയിട്ട് എടുക്കണം. അപ്പൊ അതിന്റെ വീഡിയോ ഇതിൽ ഞാൻ നോക്കട്ടെ ആഡ് ചെയ്യാൻ പറ്റുമെന്ന്. ഇല്ലെങ്കിൽ ഞാൻ ഷോർട്സ് ആയിട്ട് ഇടാം. പിന്നെ വന്നു കഴിഞ്ഞിട്ട് നമ്മുടെ വീട്ടിലേക്ക് ആളെത്തി കഴിയുമ്പോൾ ഉള്ളത് വേറെ വീഡിയോ ആയിട്ട് ഇടാം. അപ്പോൾ അതാണ് ഇന്നത്തെ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്ന സർപ്രൈസ്. അതാണ് ഇന്നത്തെ സന്തോഷമുള്ളൊരു കാര്യം, ഇന്നത്തെ ഹാപ്പി ന്യൂസ് അതാണ്. അപ്പോൾ നമുക്കിനി വണ്ടിയൊക്കെ വന്നിട്ട് വൈകുന്നേരം നമുക്കത് കൊണ്ടുവരാൻ പോവാം. വണ്ടിയൊക്കെ വന്നിട്ടുള്ള വീഡിയോ കാണാം കേട്ടാ.
കാര്യം. പുതിയ ആളെയും കൊണ്ട് വരാട്ടെ ഞങ്ങള്. അപ്പൊ ഞങ്ങള് ഞങ്ങളുടെ പുതിയ വണ്ടി എടുക്കാൻ പോവാണ് കേട്ടോ. കൊണ്ടുവന്നിട്ട് കാണിക്കാട്ടോ. ഇന്ന് നമ്മുടെ പുതിയ കാറാണ് നമ്മുടെ വീട്ടിൽ. ബാബുചേട്ടാ അക്കോട്ടേക്കിന്റെ വാട്ടട്ടെ 1000 ലിറ്ററിന്റെ വാട്ടർ 4 അടി സ്റ്റാൻഡ്. ഏത് മോഡലാണെങ്കിലും ഈ പി എന്ന് പറഞ്ഞ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ പാർക്ക് വിത്ത് ഹാൻഡ് ബ്രേക്ക് ആക്ടിവേറ്റഡ് ആയി. ഹാൻഡ് ബ്രേക്ക് സെപ്പറേറ്റ് ആക്ടിവേറ്റ് ചെയ്യണ്ട. ഇതാണ് ഹാൻഡ് ബ്രേക്ക് വരുന്നത്. സെപ്പറേറ്റ് നമുക്ക് ഹാൻഡ്സ് മാത്രം വേണമെങ്കിൽ പെട്ടെന്ന് കൊണ്ടുവന്ന് പെട്ടെന്ന് കിട്ടാൻ അങ്ങനെ ചെയ്യാം. അതല്ലെങ്കിൽ ഈ ഓൾ ആപ്സിൽ പോയി കഴിഞ്ഞാൽ എല്ലാ ആപ്സും വരും. അപ്പൊ ഇതാണ് നമ്മുടെ കാറ്. മഹീന്ദ്രയുടെ XCV9 ആണ് കേട്ടാ. അപ്പൊ നമ്മുടെ വീട്ടിലെ പുതിയ അംഗം ഇതാണ്. നമ്മള് ആദ്യമായിട്ട് ആളെ റോട്ടിലേക്ക് ഇറക്കി വീട്ടിലേക്ക് കൊണ്ടുപോരാണ് കേട്ടാ. പിള്ളേർക്ക് ഏറ്റവും ഇഷ്ടമായതേ ആ മുകളിലത്തെ ആ ഗ്ലാസ് ഇട്ട വിൻഡോ ആണ് കേട്ടാ. അത് ഇങ്ങനെ ക്ലോസ് ചെയ്തും തുറന്നു ഇടാൻ പറ്റും. അതായത് ഗ്ലാസ് തുറക്കാൻ പറ്റില്ല, ഗ്ലാസ് ആയിട്ട് ഇടാനും പറ്റും, അല്ലാതെ സാധാരണ പോലെ അടച്ചും ഇടാൻ പറ്റും. അതാണ് കുട്ടികൾക്ക് ഇഷ്ടമായത്. അതാണ് നോക്കിക്കൊണ്ടിരിക്കണേ. അത് അടയ്ക്കാൻ അവർ സമ്മതിച്ചിട്ടേ ഇല്ല പോരുമ്പോട്ടാ. അപ്പൊ ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചു. രാത്രിയായി, സന്ധ്യയായി. ഇനി വീട്ടിലേക്ക് കയറിയിട്ടുള്ളത് കാണാം. സന്ധ്യ ആയതുകൊണ്ട് തന്നെ ഇന്നിനിപ്പോ അതൊന്ന് പൂജിക്കലൊന്നും നടക്കില്ല. നമുക്ക് വയലൂർ അമ്പലത്തിൽ പോയിട്ട് അടുത്ത ദിവസം പൂജിക്കണം. അപ്പൊ അതിന്റെ വീഡിയോസും ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് ഇടാം. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ വീട്ടിലുള്ള ഇത്ര കാലം നമ്മൾ പോയിരുന്ന നമ്മുടെ സ്വന്തം കിയ രമ്യേച്ചിയും രമേശാണ്ടും ഒന്ന് കൊണ്ടുപോകും. അപ്പൊ അതും ഞാനൊരു വ്ളോഗായിട്ട് ഇടാം. നമ്മൾ ആദ്യമായിട്ട് വാങ്ങിച്ച വണ്ടി നമുക്കൊരു വീക്ക്നെസ് തന്നെയാണ്. അതുകൊണ്ട് കിയ പോകുമ്പോൾ ചെറിയൊരു വിഷമമുണ്ട്. പിന്നെ അത് രമ്യേച്ചിയുടെയും രമേശാന്റെയും കൈകളിലേക്ക് പോണേ ഇടയ്ക്ക് നമുക്ക് കാണാനും പറ്റും. ആ ഒരു സന്തോഷമുണ്ട് കേട്ടാ. അപ്പൊ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെയാണ്. അപ്പൊ അടുത്ത വിശേഷങ്ങളായിട്ട് അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ടാറ്റ ബൈ, സീ യു.